ഹായ് ഹലോ ഇറ്റ്സ് ഐബഡി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര തടിവണ്ടിയിലാണ്. തടിവണ്ടി ഏതാണെന്ന് ബാക്കിൽ കിടപ്പുണ്ട്, കണ്ടാൽ തന്നെ അറിയാം. തടിവണ്ടികളിലെ രാജാവായ SC ലോറിയിലാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ടാറ്റ 1613 അല്ലേ. അതായത് ഈ വണ്ടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ വണ്ടിക്ക് റോഡും തോടും കാടും അല്ലേ, മലമോളും മലയും എല്ലാം ഒരുപോലെയാണ്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. മലവണ്ടിക്ക് വേണമെങ്കിൽ കയറി പോയിക്കോളൂ. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു SC ലോറിയിൽ ഒരു ദിവസം കയറണം, യാത്ര ചെയ്യണം, കാഴ്ചകൾ കാണണം എന്നുള്ളത്. അത് ഇന്നത്തോടെ സാധിച്ചു. അതിന് കാരണം വിഷ്ണുവാണ്. വിഷ്ണു കൊല്ലം സ്വദേശി, പത്തനാപുരത്താണ്. പക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്താണ്. കാഞ്ഞിരപ്പള്ളിയിലുള്ള ഒരു മലയിലാണ് നമ്മളിന്ന് റബ്ബർ ലോഡ് കയറ്റാൻ വന്നിരിക്കുന്നത്. വെട്ടി കയറ്റിയാണ്. രണ്ട് വണ്ടിയുണ്ട്. ഒന്ന് യോഹന്നാൻ, ഒന്ന് നമ്മുടേത് കാരക്കൽ. പാലായിലെ കാരക്കൽ എന്ന് പറയുന്ന വണ്ടിയിലാണ് ഇന്ന് നമ്മുടെ യാത്ര. നേരെ പെരുമ്പാവൂരാണ് കൊണ്ടുപോകുന്നത്. നേരെ പാല വഴി ഇവിടുന്ന് ലോഡ് കയറ്റി പൊൻകുന്നം പാല തൊടുപുഴ കൂടി അതുവഴി ഞാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ റബ്ബർ തടി എടുക്കാനാണ് പോണത്. എടുക്കാൻ പോണ സൈറ്റിലോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഒരു തോട്ടത്തിനകത്തൂടെയാണ് പോണത്. ഒരു എസ്റ്റേറ്റിനകത്താണ്. ഈ SC ലോറി മാത്രമേ ഇവിടെ വരാറുള്ളൂ. ഇവിടെ തോട്ടത്തില് ഫുൾ ലോഡ് അവിടുന്ന് കയറ്റി വരണമെങ്കിൽ SC കൊണ്ട് വെക്കുള്ളൂ, പറ്റത്തുള്ളൂ. ബാക്കി മറ്റേ ഫോർവേഡ് വണ്ടിയൊക്കെ ഇത് കൂട്ട് ചെറിയ വഴിയല്ലേ. SC ആണെങ്കിൽ നമ്മൾ ചെറിയ വഴി കൂടെ സർക്കസ് ഒക്കെ കാണിച്ച് കൊണ്ടുവരാലോ, ഓഫ് റോഡ് കളിച്ച് കൊണ്ടുവരാലോ. നമ്മള് അവിടെ പോയി തോട്ടത്തിൽ പോയിട്ട് അവിടെ നമ്മള് ഫുൾ ലോഡുമായിട്ട് ഇറങ്ങി വരാം. SC ആയതുകൊണ്ട് ഫോർവേഡ് വണ്ടിയാണെങ്കിൽ അത് നടക്കൂല. ഇതിനകത്ത് ഒരുപാട് കൃഷി നടക്കുന്നുണ്ടല്ലോ. റബ്ബറുണ്ട്, കാപ്പിയുണ്ട്, കൊക്കോ, പിന്നെ പുർത്തിച്ചക്ക, അങ്ങനെ ഒരുപാട് തോട്ടങ്ങൾക്കുള്ള ഇടയിലൂടെയാണ് നമ്മള്. പിന്നെ ജാതിക്ക മരം ഉണ്ടായിരുന്നു. ജാതിത്തോട്ടം ഉണ്ട്. ഇതെല്ലാം ഒരാളുടെ ആണോ? അറിയത്തില്ല, പലവരുടെ പറമ്പായിരിക്കും. അങ്ങനെ ആയിരിക്കും അല്ലേ. നമ്മള് വേറെ ഏതോ പറമ്പിന്നാ എടുക്കുന്നത്. അങ്ങ് കയറി ചിലപ്പോ ബോർമയുണ്ടെന്ന് പറഞ്ഞു. അവന്റെ അടുത്ത് ബോർമ എന്ന് പറയുന്നത് മറ്റേ സാധനങ്ങളൊക്കെ കേക്കോ എന്താണ്ടൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ. ആ ബോർമയ്ക്ക് എടുത്ത അങ്ങനെ ലോഡ് നല്ല കുതിപ്പുണ്ടല്ലേ കാലിക്ക്. ലോഡ് കയറിയാവുന്നു അറിയുമല്ലേ. അതിനനുസരിച്ച് ലീഫ് കൂട്ടിയിട്ടേക്കുന്നോണ്ട് ഇത് ബോർമ പോകുന്ന വണ്ടിയാണെന്ന് തോന്നുന്നു. ബോർമ അപ്പുറത്തല്ലേ ബോർമ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ സൈറ്റ് വരുന്നല്ലേ. ഓരോ ദിവസം ഓരോരുത്തരത്താ അറിയാലോ. ലോഡുകാരൻ വിളിച്ച് പറയും ഇന്നൊരു സ്ഥലത്തോട്ട് വരാൻ പറയും. വീണ്ടും നമ്മുടെ വഴി ചെറുതായിട്ടുണ്ട്. ഏകദേശം ചെറിയ കാറൊക്കെ പോണ വഴിയായല്ലേ. അതേ കൂടെയാണ് നമ്മള് SC കൊണ്ടുപോകണത്. വിഷയം വഴി ഏതാ കയറി പോണ. അവിടെ രണ്ട് വലിപ്പുണ്ട്, അവിടെ ഉണ്ടാകുന്നു. ചെറിയ വഴി കേട്ടാ. ഇതുവഴി വേണം നമുക്ക് ഇനി മുകളിലോട്ട് കയറാൻ. അത്യാവശ്യം നല്ല കയറ്റമുണ്ട്. വലിച്ചേറ്റാ അല്ലാതെ കയറൂല. അപ്പൊ നമ്മുടെ വണ്ടി തോട്ടത്തിലോട്ട് കയറാനായിട്ട് ഇച്ചിരി കയറ്റമുണ്ട്. അപ്പോൾ നമ്മുടെ ബൊലേറോ പിക്കപ്പിൽ നമ്മുടെ വണ്ടി കെട്ടി വലിച്ചുകൊണ്ട് കയറ്റാനാണ് നിൽക്കുന്നത്. നല്ല കുത്ത് കയറ്റമാണ്. ചിലപ്പോൾ മൺതട ആയതുകൊണ്ട് കിടന്ന് കറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കെട്ടി വലിച്ചുകൊണ്ട് പോണത്. അപ്പോൾ നമുക്ക് റബ്ബർ എടുക്കാൻ വരുന്ന തോട്ടത്തിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. രാവിലെ തന്നെ പണിക്കാർ വന്നിട്ട് ഈ തോട്ടത്തിലോട്ട് കയറാനുള്ള വഴി വെട്ടിയിട്ടിരിക്കുകയാണ്. മണ്ണ് തറയൊന്നും ഉറച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വണ്ടി കയറി വരത്തില്ല. ചിലപ്പോൾ ടയർ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ തന്നെ ഒരു പിക്കപ്പും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പിക്കപ്പ് കെട്ടി വലിച്ച് കൊണ്ടുപോണ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്കിനി വണ്ടീനെ പരിചയപ്പെടാം. കാരക്കൽ അല്ലേ, SC 1613. അളിയെന്ന് തന്നെ പറയാം. നമ്മുടെ പാലായിലെ കാരക്കൽ ജോയിച്ചേട്ടന്റെയും ഉണ്ണിച്ചേട്ടന്റെയും വണ്ടിയാ. 2019 മോഡല് PS4. ഇതിപ്പോ എടുത്തിട്ട് 4-5 മാസമേ ഉള്ളൂ. അവർക്ക് വേറെ ലോറി 2 ഉണ്ട്, ഒരു ഇറ്റാച്ചി ഉണ്ട്. എല്ലാം തടിവെട്ടും പരിപാടിയൊക്കെ പണ്ട് മുതലേ. പിന്നെ ഞാനിപ്പോ കയറിയിട്ട് 5 മാസമേ ആവുന്നുള്ളൂ. അപ്പം നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ 1613. 16 ടൺ കപ്പാസിറ്റിയും 130 ഹോഴ്സ് പവർ. അതതിന് അർത്ഥം 1613. നമ്മുടെ ക്യാബിൻ മരവാ, ഫുള്ള് മരവാ. എല്ലാം മരത്തിലാ പണിഞ്ഞേക്കുന്നത്. പ്ലാറ്റ്ഫോം ഇരുമ്പില് മാത്രം പ്ലാറ്റ്ഫോം. സാധാരണ ഒരു 2017 വരെയൊക്കെ ഫുള്ള് മരത്തിലായിരുന്നു കെട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ പ്ലാറ്റ്ഫോം പെട്ടെന്നൊരു
5-6 കൊല്ലം കഴിയുമ്പോഴത്തേനും പൊളിച്ചു പണിയേണ്ട ഒരു സ്ഥിതി വന്നപ്പോഴത്തേനും എല്ലാവരും ഇരുമ്പാക്കിയതാണ്. അപ്പൊ എല്ലാ വണ്ടി ഫുള്ള് ഇരുമ്പേലായിട്ടുണ്ട് സഹിതം, ബോഡി സഹിതം ഇരുമ്പേലാണ്. പക്ഷെ ഇരുമ്പേ കെട്ടുവാണെങ്കിൽ നമ്മുടെ ഈ വണ്ടിയുടെ ഒരു അഴക് വരത്തില്ല. ഈ വളവുകാലില്ലേ, മരത്തില് കെട്ടുമ്പോ നല്ല വണ്ണമുള്ള വീതിക്ക് പണിയും. പിന്നെ ഇതൊന്നും ഇരുമ്പേല് കൊത്തിയാ ഒക്കുവല്ല. അതെ അതെ, ഈ തടിപ്പണിയെല്ലാം ചെയ്തു വെച്ചേക്കുന്നത് നല്ല ഭംഗിക്ക് കൊത്തുപണിയുള്ളതാണ് മൊത്തം. പിന്നെ അതിനെ സൗന്ദര്യപ്പെടുത്താനായിട്ട് അടിപൊളി പെയിന്റും, തൊടുപുഴയിലെ വെടിക്കെട്ട് മണിച്ചാറിന്റെ ഷെഡിലെ പെയിന്റാ. ബമ്പർ പോസ്റ്റ്, ഈ സാധനം ബീഡിങ്, ഈ ഹെഡ്ലൈറ്റിന്റെ ബീഡിങ് വരെ നിക്കലിങ്ങാ. അപ്പൊ കാണാൻ കുറച്ചുകൂടെ ഭംഗിയാണ്. ഈ സാധനം നമ്മൾ വെളി മേടിക്കാൻ കിട്ടും, പക്ഷെ ഇത് മേടിച്ചതല്ല, ഇത് ലെയ്ത്തിൽ പണിഞ്ഞതാ. ബലം കൂടുതലാ. എംബ്ലം വെളിയിൽ നിന്ന് മേടിക്കുന്നത് ബലക്കുറവാ. ഇത് അറിയാതെ കഴിയുമ്പോഴൊക്കെ പിടിച്ചിറങ്ങുമ്പോഴത്തേനും ഓടിക്കും. ഇത് ഭയങ്കര സ്ട്രോങ് ആ. ഇത് ലെയ്ത്തിൽ കൊടുത്ത് കമ്പിക്ക് പണിഞ്ഞെടുത്താ. അത് പൊളി. അത് എന്നിട്ട് പ്ലേറ്റ് ചെയ്തെടുത്തല്ലേ? പ്ലേറ്റ് ചെയ്തെടുത്ത് ഭയങ്കര ചില ഇതെല്ലാം. പിന്നെ പണിയുവാ, വണ്ടി അത്ര ഇഷ്ടമുള്ളതുകൊണ്ട് പണിയുവാ. പക്ഷെ എനിക്ക് ഇത് തടിയിലെ ഈ കൊത്തുപണി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു ഹൈലൈറ്റ് ആണ്. ആരും ഒന്ന് നോക്കി നിൽക്കും. പിന്നെ അതിൽ തന്നെ ഒരു പെയിന്റ് അടിക്കാൻ തന്നെ ഒരു ദിവസം എടുക്കും. അതെല്ലാം പൂ വരച്ച്, അതെ, ഓരോ സൈഡും ഓരോ കളർ. ഈ വണ്ടി ടെസ്റ്റിംഗ് പണിക്ക് പെയിന്റ് അടിക്കാൻ 22 ദിവസം എടുത്തു. ഈ വണ്ടി പെയിന്റ് അടിക്കാൻ 3 ദിവസം കൊണ്ടൊക്കെ സാധാരണ ടിപ്പറും ബാക്കിയുള്ള ഫോർവേഡ് വണ്ടി എല്ലാം അടിക്കുമ്പോ 22 ദിവസം എടുക്കും. എഞ്ചിന്റെ ആഘോഷം ഓണത്തെ ഇങ്ങനെ പൊക്കി നിർത്തുക, ഈ കമ്പിയില് നിർത്തുക. ഇത് നമ്മുടെ റേഡിയേറ്ററാ. റേഡിയേറ്ററൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണല്ലോ. വണ്ടി സൂക്ഷിച്ചിട്ടുള്ള കേസേ ഉള്ളൂ ചോദിച്ചേട്ടന്. അത് നമുക്കായാലും അങ്ങനെയാ, വണ്ടി സൂക്ഷിച്ചിട്ടുള്ള കേസേ ഉള്ളൂ. അതായത് നല്ല ക്ലിയർ ആയിട്ട് ഒരു പൊടിയോ അഴുക്കോ ഓയിലോ ഗ്രീസോ ഒന്നും ഇല്ലാതെ വണ്ടിയെല്ലാം ഭയങ്കര നല്ല വൃത്തിക്ക് ഇരിക്കുക. ഇത് പവർ സ്റ്റിയറിംഗിന്റെ ഓയില്, ഇത് ക്ലച്ച് ഫ്ലൂയിഡ്, ഇത് പവർ സ്റ്റിയറിംഗിന്റെ ഓയില്, അത് ക്ലച്ച് ഫ്ലൂയിഡ്, ഇത് കൂളന്റ് എങ്ങനെയാ, വെള്ളമാണോ മറ്റേ പച്ചക്കൂളന്റ്? ഓക്കെ ഓക്കെ. പിന്നെ ഫ്യൂസ് ബോക്സ് ഉണ്ട്. പിന്നെ ഇത് ഓയിൽ സ്റ്റിക്ക്, ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി. ഈ വണ്ടിക്ക് ഇത് വരുന്നതല്ല, സെപ്പറേറ്റ് ആക്കിയതാ. ഇത് സെപ്പറേറ്റ് മേടിച്ച് BS4 ഓയിൽ ചെക്ക് ചെയ്യുന്ന അകത്താ വരുന്നത്. അത് നമുക്ക് പാടാ എപ്പോഴും തുറന്നെടുക്കാം. അതുകൊണ്ട് ഇവിടെ ആക്കിയതാ. നമ്മുടെ ഗിരില്ലയില് മാതാവിനെയാ വരച്ചേക്കുന്നത്. അപ്പൊ മാതാവിനെ രാത്രി കാണാൻ നേരെ ദൂരെ നോക്കിയാലേ മനസ്സിലാവും ഇതൊരു മാതാവ്. മാതാവിനെ അപ്പൊ രാത്രി ലൈറ്റ് ഇടുമ്പോ നല്ല രസം. അപ്പുറം ഇപ്പുറം ഇങ്ങനെ മാതാവിന്റെ അപ്പുറം ഇപ്പുറം പച്ചവെട്ടം. ഇതെല്ലാം നമ്മള് പിടിച്ചു കയറാൻ വേണ്ടി ആ ബോഡി വർക്ക്ഷോപ്പിൽ നമ്മൾ പണ്ട് തൊട്ടേ ഇങ്ങനെയാ പണിയിപ്പിക്കുന്ന വണ്ടിയെല്ലാം. ഇതാണെങ്കിൽ നമ്മൾ പുറകോട്ട് നോക്കാൻ വേണ്ടി കൈ കുത്തിയിട്ട് റിവേഴ്സ് ഒക്കെ ലോഡും കൊണ്ടൊക്കെ എടുക്കുവാണെങ്കിൽ അതിന് വേണ്ടി മാത്രം വെച്ച വെച്ചതാ. ഇതേ കുത്തുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കി ഓടിക്കാം. ഇതെല്ലാം മരമാണ്. എല്ലാം മരമാണ്. ഏത് മരത്തിനാണ് ഇത് ചെത്തിയെടുക്കുന്നത്? ആനിലില്ല. പിന്നെ കറവേങ്ങ എന്ന് പറയുന്ന തടിയുണ്ട്. പിന്നെ ഇത് വേലി നമ്മളെ വേലി ക്യാബിനുമായിട്ട് ഇത്ര അകലത്തിലായിരിക്കുന്നത്. അപ്പൊ ലോഡ് കയറുവാണെങ്കിൽ ക്യാബിനിലൊന്നും ടച്ച് ആവാതെ നിൽക്കും. ഈ കാലൊക്കെ കണ്ടില്ലേ, ഇത് ഇവിടെ കൊണ്ടുവന്ന് പിടിപ്പിച്ചേക്കും. സ്ട്രോങ് ആയിട്ടാ. ഇതിന്റെ അകത്ത് ജാക്കിയൊക്കെ ഇരിക്കുന്നു നമ്മുടെ. ഇത് ഡീസൽ ടാങ്ക് എല്ലാം ചുവന്ന കളറാ. ചുവന്ന കളറിനോട് ചേരാൻ വേണ്ടി നീല അടിച്ചേക്കും. ഇത് കണ്ടില്ലേ, ഈ പൂവെല്ലാം വരയ്ക്കുന്ന, കൈക്ക് വരയ്ക്കുന്ന, ഇതെല്ലാം തൊടുപുഴയിലെ പണിക്കാര് വരയ്ക്കുന്ന. ഞായറാഴ്ച ഇതെല്ലാം കഴുകി ഒട്ടുകറ എല്ലാം മറിച്ച് പണി. ഞായറാഴ്ചത്തെ പണി അതാ. വൈകിട്ട് വരെ എല്ലാ ഞായറാഴ്ച രാവിലെ തൊട്ട് വൈകിട്ട് വരെ അതാ പണി. ഒട്ടുകറ എല്ലാം മറിച്ച് കഴുകണം. ഇതിന്റെ അടിയിലാണ് പേരൊക്കെ എഴുതാൻ വേണ്ടി കാരക്കൽ എന്ന് പറയുന്നത്. ഇത് ഇവരുടെ വണ്ടിക്ക സാധാരണ ഞാൻ എഴുതി കണ്ടുള്ളത്. നമുക്ക് ആർക്കാണെങ്കിലും എഴുതാം. പക്ഷെ കാരക്കൽ എന്ന് പറയുന്ന പണ്ട് തൊട്ടേ ഇങ്ങനെ ഹൗസിന്റെ മേളിൽ പേരൊക്കെ എഴുതും. നല്ല ഭംഗിയുണ്ട്. അടിയിൽ ക്ലീൻ ആയിട്ട് ഇത് നമ്മൾ സ്റ്റെപ്പിന് ഇതെല്ലാം റെഡ് അടിച്ചേക്കുവാ. നമ്മുടെ എയർ ഫിൽറ്റർ ഉൾപ്പെടെ നമ്മൾ ജോബ് അടിച്ചു. പിന്നെ ഇത് ബാറ്ററി പെട്ടി, ഇത് കട്ട് ഓഫ്, ഇത് ഓഫ്, ഇത് ബാറ്ററി ഓഫും ഓണല്ലേ. ചാർജ് പെട്ടെന്ന് ഇറങ്ങാതിരിക്കും അല്ലേ? ബാറ്ററി സേവ് ചെയ്യാം. എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് അത് ഓഫ് ചെയ്താൽ മതി. ലോഡ് ഏകദേശം 3/4 കുറച്ചും കൂടെ ഉണ്ടല്ലേ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മറ്റേ ലൈലാൻഡിന്റെ അവതാറും 10 വീലും 12 വീലും ഒക്കെ. ശരിക്കും വിഷ്ണുവിന്റെ നാട് കൊല്ലത്താണ്, പത്തനാപുരം. അവിടെ ഫുള്ള് ലൈലാൻഡ് വണ്ടിയാ, തടിയോടെ. അതുകൊണ്ട് ടാറ്റയുടെ SC ഓട്ടിക്കാൻ വേണ്ടി ഇപ്പൊ കോട്ടയത്ത് വന്നിരിക്കുകയാണ്. അതങ്ങനെ ഒരു വണ്ടി ഭ്രാന്ത്. മറഫിന്റെ നെയിലുണ്ടാണ് തടി വണ്ടിക്ക് നെയിലോണാണ്. പണ്ടുപോലെ ഇതായിരുന്നു. ഈ ടയറുകളിലെ ലൈനുണ്ട്, കട്ടയുണ്ട്, ബിസ്ക്കറ്റ്, അങ്ങനെ കുറച്ച് മോഡലൊക്കെ ഉണ്ട്. അപ്പൊ ഏതാണ് ബെസ്റ്റ്?
ഇത് പല്ലങ്കട്ടെന്ന് പറഞ്ഞത് ഈ സാധനം ഏറ്റവും നല്ലത്. ഈ സൈഡിൽ നിന്ന് ഓടാം, തോട്ടത്തിൽ കയറി ഓടാൻ ഇതാ നല്ലത്. റേഡിയൽ ടയർ ആണെങ്കിൽ മെയിൻ റോഡിൽ ഓടാറുണ്ട്. ഇതിന് നമ്മൾ വളവുകാലം എന്നാ പറയുന്നത്. പണി എല്ലാം തടിയാ. ഡോറ് വെക്കാത്തതാണോ അതോ ഈ ഒരു മോഡൽ വണ്ടി? ഈ വണ്ടിക്ക് പണ്ട് മുതൽ ഇങ്ങനെയാണല്ലോ നമ്മൾ കണ്ടേക്കുന്നത്. പിന്നെ ഭംഗിയാണല്ലോ, ഡോറ് വെച്ചാൽ അതിന്റെ ഒരു ഭംഗി കിട്ടത്തില്ല. പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് എപ്പോഴും കാറ്റൊക്കെ കയറി ഇറങ്ങും, നമുക്ക് സുഖമാ. അരച്ചല്ല കൊത്തി എടുത്തേക്കുന്നതാണ് ഈ കമ്പി. അത് നല്ല നല്ല ഭംഗിയുള്ള പെയിന്റ് കേട്ടോ. തടി എന്ന് പറഞ്ഞാ എല്ലാം തടിയാണ്. അതാണ് ഇതിനകത്ത് നോക്കി ഒരു തുള്ളി ഇരുമ്പില്ല. നമുക്കിപ്പോ രാവിലെയൊക്കെ പെരുവെയിലത്ത് കൊണ്ടിട്ടാലും ഇതിന്റെ അകത്തോട്ട് വലിയ ചൂടടിക്കും, ഉറങ്ങാൻ സൗകര്യമാണ്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് പുതിയ മോഡലിലെ സ്റ്റിയറിംഗ് ആണ്, BS4-ന്റെ. അത് ഇച്ചിരി കൂടെ ചെറുതാ, മറ്റേത് പഴയ സിലോറിക്ക് വലുതാ. ഇതാകുമ്പോ നമുക്ക് ഇച്ചിരി കംഫർട്ടബിൾ ആണ്. മീറ്റർ സെറ്റ് എല്ലാം പുതിയ മോഡലാണ്, എല്ലാം BS4-ന്റെ അതുമെല്ലാം ഇറങ്ങിയിട്ടുള്ള. ഏറ്റവും പഴക്കമുള്ള എത്ര മോഡല് വരെ ഓടിച്ചിട്ടുണ്ട്? ഞാൻ 1999 വണ്ടി പറഞ്ഞ വീട്ടിലുണ്ടായിരുന്നു. അതേ ഏറ്റവും പഴയത് മേടിച്ചുള്ളൂ, അധികം പഴയതൊന്നും മേടിച്ചില്ല. ഏറ്റവും പുതിയത് 2020 മോഡൽ. ഞാൻ പറഞ്ഞില്ല 6 വണ്ടി കേരളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ, അതിലൊരു വണ്ടി ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ SE വണ്ടിയുടെ ഇത്രയും ഇഷ്ടം തോന്നാനുള്ള എന്തെങ്കിലും ഒരു കാര്യം? അതെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് അപ്പൂപ്പനാണെങ്കിൽ ഒരു വണ്ടി 1992 ആദ്യം എടുക്കുന്നത്. അന്ന് പോലെ വീട്ടിൽ വണ്ടി ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അച്ഛന്റെ കാലത്ത് ഇഷ്ടം പോലെ സിലോറി ഉണ്ടായിരുന്നു, വീട്ടില് 8 സിലോറി ഉണ്ടായിരുന്നു സ്വന്തമായിട്ട്. അല്ല, അച്ഛനും മാമനും കൂടെ ഷെയർ ആയിരുന്നു. 8 സിലോറിയും കുറെ വണ്ടികളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ തൊട്ടേ സിലോറിയാണ് നമ്മുടെ ജീവൻ. അതുപോലെ വീട്ടിൽ അരി മേടിച്ചോണ്ടിരുന്ന ഇതല്ലേ കാരക്കൽ, നമ്മളെ വണ്ടിയുടെ പേര്. അങ്ങനെ മേളില് നമ്മള് താക്കോൽ ഓണാക്കുകയാണെങ്കിൽ യേശുവിന്റെ കൂടെ ലൈറ്റ് ചെയ്തു. പിന്നെ ഫാനുണ്ട്, ഫോൺ ചാർജർ ഉണ്ട്, സ്പീക്കറിന്റെ സെറ്റ് ഉണ്ട്, ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഇത് നമുക്ക് എന്തെങ്കിലും ഇട്ട് വെക്കാൻ വേണ്ട കമ്പനി ഡാഷ്ബോർഡ്. പിന്നെ നമുക്ക് ഇതിന്റെ അകത്ത് പെട്ടിയുണ്ട്, പൈസയൊക്കെ കൊണ്ടുപോകാനും പരിപാടിക്കുമല്ലോ, എന്തെങ്കിലും ഡോക്യുമെന്റ് ഒക്കെ വെക്കാൻ. നമുക്ക് കുറച്ചും കൂടെ കാറ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ ഒരു ലിവർ ഉണ്ട്, പിടിച്ച് തുറന്നു കൊടുത്താൽ അവിടുന്ന് കാറ്റും അതേ ആ സൈഡും ഉണ്ടല്ലേ? ഈ സൈഡിലും ഉണ്ട്. ഉറങ്ങാൻ വേണ്ട സൗകര്യത്തിന് ബെഞ്ച് സീറ്റ് അടിച്ചത് നല്ലത്, ഒറ്റ സീറ്റ്, മറ്റേ വള്ളി സീറ്റ് അല്ലേ. SE ലോറി പ്രാന്തന്റെ കൂടെയാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ്. സമയം ഇപ്പം ഏകദേശം ഉച്ച കഴിഞ്ഞു അല്ലേ? നമ്മുടെ ലോഡ് ഏകദേശം 3:15. ഇനിയിപ്പോ നമുക്ക് എപ്പോ ഇറങ്ങാൻ പറ്റും? ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ലോഡ് തീരും. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഇവിടുന്ന് ഒരുപാട് ദൂരം ഇല്ല പെരുമ്പാവൂരിലോട്ടല്ലേ? ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളി പൊൻകുന്നം തൊടുപുഴ ഒരു 70 കിലോമീറ്റർ, അത്രേ ഉള്ളൂ. 80 കിലോമീറ്റർ. നമുക്ക് എത്ര മണിക്കൂറുണ്ട്? 2-3 മണിക്കൂറുണ്ട് എത്താല്ലേ? ഒരു 3-3.5 മണിക്കൂറുണ്ട് എത്താം. പിന്നെ ഇവിടുന്ന് ഓടുവാണെങ്കിൽ റെസ്റ്റ് ഉണ്ട്. രാത്രി പോയി തട്ടി ഒരു 1 മണി 2 മണിയാകുമ്പോ എവിടെയെങ്കിലും വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം ലോഡ് എടുത്താൽ മതി. എന്റെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ റെസ്റ്റ് ഇല്ല. അതായത് കൊല്ലം, തിരുവനന്തപുരം ഭാഗത്തു നിന്നൊക്കെ ലോഡ് എടുക്കുകയാണെങ്കിൽ ഡ്രൈവർക്ക് റെസ്റ്റ് ഇല്ല. അവിടെ തൊട്ടേ ഉറക്കമുള്ള ഒരു നിമിഷം പോലും ഉറങ്ങാൻ നോക്കുമല്ല. അവിടെ പോയി തട്ടിട്ട് വീണ്ടും പറന്നടുത്ത ലോഡ് കയറ്റാൻ പോകണം. വിഷ്ണു കുറെ നാളുകൊണ്ട് കോട്ടയത്ത് നിൽക്കുന്നതുകൊണ്ട് കോട്ടയത്തിന്റെ ചെറിയൊരു ഭാഷാ ശൈലി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സാധാരണ തിരുവനന്തപുരം, കൊല്ലം സംസാരിക്കുന്ന കണക്കൊന്നും അല്ല. ഞാൻ നേരത്തെ അങ്ങനല്ല, വീട്ടിൽ പോവാണെങ്കിലും ചോദിക്കും എന്താ നീ പറയുന്നത്, ഇവിടെ എന്താ കൊള്ളാം. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ഹാൻഡ് ബ്രേക്ക് ഇല്ലേ, ഇത് താഴെയാ വരുന്നത് കമ്പനി. അത് നമ്മൾ അവിടുന്ന് മാറ്റി ഇങ്ങനെ പെട്ടെന്ന് ഇടാനുള്ള സൗകര്യത്തിന് ഇവിടെ ആക്കിയിട്ടുണ്ട്. എത്ര വണ്ടിയുണ്ട് ഇപ്പൊ നിലവില്? 3 SE വണ്ടിയും ഒരു ഇറ്റാച്ചി ഉണ്ട്. അപ്പൊ 3 വണ്ടിയും 3 പേരും മാറി തന്നെ ഓടിക്കും? അല്ല 3 വണ്ടിക്കും 3 ഡ്രൈവർമാരെ. അവര് മാത്രമേ ഓടിക്കത്തുള്ളൂ? അവര് മാത്രമേ, വേറെ ആരെങ്കിലും ചെയ്തത്. എനിക്ക് SE ലോറി ഏറ്റവും കൂടുതൽ ഇഷ്ടം. അത് കഴിഞ്ഞുള്ളൂ പിന്നെ വേറെ ഉണ്ട്. ചാവുന്ന വരെ ഞാൻ SE ലോറി ഓടിക്കുള്ളൂ. SE ലോറി എന്ന് നിർത്തും. ഇതിന്റെ പരിപാടി ഒരു 10-15 കൊല്ലോടെ കാണുള്ളൂ. അതുവരെ ഞാൻ ഇനി SE ലോറിയിൽ വിട്ട് വേറൊരു കളിയില്ല. ഇതാ നമ്മുടെ രണ്ടാമത്തെ SE ലോറി താഴെ വന്ന് കിടപ്പുണ്ട്. സംഭവം ഈ തോട്ടത്തിലോട്ട് ലോറി കയറാനായിട്ട് ഇന്ന് രാവിലെ വെട്ടിയ വഴി ആയതുകൊണ്ടാണ് ഇത്ര കയറാൻ പാട്. ഇപ്പോൾ നമ്മുടെ കാലിക്കാണെങ്കിൽ SE ലോറി കയറി വരത്തില്ല, അതുകൊണ്ടാണ് ബൊലേറോ 4x4 പിക്കപ്പ് വെച്ചാണ് കെട്ടി വലിക്കുന്നത്. ഇളവിയ മണ്ണായതുകൊണ്ട് വലിയ പാടായിരിക്കും കാലിക്ക് SE ലോറി കയറി വരാൻ. പാടാണ്. അടുത്ത നമ്മളെ ഇറ്റാച്ചി ഇറങ്ങിയാണ് സൈഡിൽ കൂടെ ഇറ്റാച്ചി ഇറങ്ങി ബാക്കിൽ കൂടെ ഒന്ന് പുഷ് ചെയ്യാനായിട്ടായിരിക്കും ഇറങ്ങുന്നത്. ഒറ്റ ഓട്ടത്തിൽ ഓടിന് കയറിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു. കാരണം നമ്മുടെ വണ്ടി ഒറ്റ ഓട്ടത്തിൽ താഴേന്നേ വലിച്ചെങ്കിൽ നല്ല രീതിക്ക് സ്പീഡിന് കയറിന് വന്ന് റിവേഴ്സ് ഇറങ്ങിയിട്ട് ഒന്നും കൂടെ ഓടി കയറാം. നമ്മൾ ഇറ്റാച്ചി വെച്ചിട്ട് ബാക്കിൽ നിന്ന് പുഷ് ചെയ്തിട്ട് കയറിയില്ല. ഇപ്പോൾ കയറഴിക്കുകയാണ്. ഇറ്റാച്ചിക്ക് ഫ്രണ്ടിൽ നിന്ന് വലിക്കാനാണ് വിചാരിക്കുന്നത്.
ബൊലേറോ ഓടി വന്നത് ഇവിടെ നല്ല തിട്ടപ്പുറമായിട്ടുള്ള കയറ്റമാണ്. വലിച്ചു കയറ്റുമോ, കൈക്ക് വലിച്ചു കയറ്റുമോ? ഇവിടെയാണ് വിഷയം വരുന്നത്. നല്ല കുത്തിട്ട് ഏരിയയാണ്. ഹിറ്റാച്ചിക്ക് എന്തായാലും വലിച്ചാൽ വരുമെന്നാണ് പറയുന്നത്. ചെറിയ ലോഡുണ്ട്, അത് വേറെ സ്ഥലത്ത് നിന്ന് കയറ്റിക്കൊണ്ട് വന്നതാണ്. സിമ്പിളായിട്ട് കയറുന്നത്. ഇവിടെയായിരുന്നു ടാസ്ക് ഉണ്ടായിരുന്നത്. അതെന്തായാലും ഹിറ്റാച്ചി വെച്ച് വലിച്ച് വണ്ടി കയറ്റിയിട്ടുണ്ട്. കാരണം അങ്ങനത്തെ വഴിയാണ് ഇവിടെ. ഈ വഴിയെന്ന് പറയുന്നത് ഈ തോട്ടത്തിലോട്ട് റബ്ബർ വെട്ടാൻ വേണ്ടി മാത്രമായിട്ട് ഇപ്പോൾ രാവിലെ നിർമ്മിച്ചതാണ്. രാവിലെ തന്നെ അവരുണ്ടാക്കിയെടുത്തതാണ്. ഫസ്റ്റ് ലോറി നമ്മുടെ വണ്ടി ആദ്യം തന്നെ കയറി പോയിട്ടുണ്ട്. അത് താഴേനെ ഓടി കയറിയതുകൊണ്ടാണ് അങ്ങ് മുകളിൽ ഭാഗ്യം പോലെ എങ്ങ് നിൽക്കാതെ കയറി പോയത്. അപ്പോൾ ഇത് എന്തോരം മരം ഉണ്ട് ചേട്ടാ? ഇവിടെ 300 മരം. നാളെ ലോഡല്ലോ? നാളെ ഉണ്ടാവും. ഇതിപ്പോൾ എത്രാമത്തെ ലോഡാന്ന്? ഇതിപ്പോൾ 3 ലോഡായി. ഓക്കെ. ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ പാടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് ഇറക്കല്ലേ, ഇറക്കി വിടാം. വഴിവെട്ടുകാരനാണ് നമ്മളെ സഹായിക്കാനുള്ള. അതെ. ഇനിയിപ്പോൾ ബാക്കിലൊരു നമ്മളെ SC ലോറി കിടപ്പുണ്ട്, യോഹന്ന വണ്ടി. അതെ. അപ്പോൾ അതിന് പോകാനായിട്ട് പ്രത്യേകം വഴി ഈ സൈഡിൽ കൂടെ വിട്ടു. പ്രത്യേകം വഴി വേണം. നമ്മൾ ഈ വഴിക്ക് വന്നോണ്ട് അതിന് ഈ വഴിക്ക് വരാൻ ഒക്കില്ല. അതെന്താ അങ്ങനെ? അത് ഈ വഴിയിലെ മരമൊക്കെ അല്ലേ, അത് നമുക്കുള്ളതാ. അതിന് തികയല്ല. അതിന് വെട്ടണമെങ്കിൽ അതുവഴി വഴി വെട്ടിയിട്ട് ആ മരമല്ല അതിന് വഴി വെട്ടി മരം മുറിച്ച് കയറ്റി വെട്ടി ഇങ്ങ് വരുവാ റോഡിലോട്ട്. ഓക്കെ ഓക്കെ. എന്ത് തോന്നുന്നു ഈ ഒരു കയറ്റ ഇറങ്ങുമ്പോ ഇറക്കാൻ പറ്റുമോ? അതൊക്കെ ഇറക്കാൻ പറ്റും. വിഷയമില്ല. ഞാൻ 4-5 കൊല്ലമായിട്ട് വണ്ടി ഫീൽഡിലുള്ള വിഷയമല്ല. നമ്മുടെ വിഷ്ണുവിന്റെ വണ്ടി അവിടെയാണ് കിടക്കുന്ന ലോഡ് കയറ്റിക്കൊണ്ടിരിക്കണേ. ഏകദേശം പകുതിയോളമായി. ഇപ്പൊ മറ്റൊരു SC ലോറി ഇവിടെ കിടപ്പുണ്ട്. യോഹന്നാൻ BS3 ആണ്. നമ്മളത് BS4 ആണ്. ഇത് BS3 ആണ്. 2016 മോഡൽ വണ്ടിയാണ്. ഇത് 2016 മോഡലാണ്. നമ്മുടേത് 2019 മോഡലാണ്. ഈ വണ്ടിയും ആ വണ്ടിയും തമ്മിലുള്ള എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട്? എന്തൊക്കെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്? വലിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്, മൈലേജിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. ഇതിന് വലിയ കൂടുതലാ. മൈലേജ് പൊടിക്ക് കുറവാ, അതിന് ഭയങ്കര മൈലേജാ. അപ്പൊ വലിയ നമ്മുടെ വണ്ടിക്ക് 3.2 കിട്ടുമ്പോ അത് 3.0. ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ എല്ലാ കാര്യത്തിലും ഈ മോഡല് വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 2016-15 വണ്ടിയൊക്കെ ഭയങ്കര വലിയ, നമുക്ക് തോട്ടത്തിൽ നിന്നൊക്കെ നല്ല വൃത്തിക്ക് ഇറക്കൊണ്ടുവരാനൊക്കെ പറ്റും. ഓക്കെ. നമ്മുടെ വണ്ടിയിൽ BS4 ആഡ് ബ്ലൂ ഉണ്ടോ? ഇല്ല, BS6 മോഡൽ. പിന്നെ കൂട്ടുവണ്ടി യോഹന്നെ കണ്ണൻചേട്ടനാ ഓടിക്കുന്നത്. കണ്ണൻചേട്ടൻ എവിടെ? അത് കിടക്കുക. അപ്പൊ നമുക്ക് ലോഡ് കയറ്റുന്ന സമയത്ത് നമുക്ക് ഫ്രീ ആണല്ലേ? റെസ്റ്റ് എടുക്കാം. രാത്രി നമ്മൾ ഉറക്കൊളയ്ക്കുക. ഈ വണ്ടി ഫുള്ള് മരമാണ്. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോറും ഇരുമ്പും മരമാണ്. അപ്പൊ ഇത് മൊത്തം മരമാണ്. ക്യാബിൻ മൊത്തം മരമാണ്, ഫുള്ള് മരമാണ്. ഈ വണ്ടി നിർത്തലാക്കാനുള്ള കാര്യം ഈ എന്തുകൊണ്ടാണ്? അപ്പൊ ഇപ്പൊ പ്രൊഡക്ഷൻ നിർത്തി. പക്ഷെ BS6-ന്റെ കുറെ നിയമങ്ങളിൽ പറയുന്നുണ്ട് ഈ തടിയുടെ ഭാഗങ്ങളൊന്നും പറ്റുമല്ല, കത്താൻ സാധ്യത ഉണ്ടെന്നാ പറയുന്നത്. നമ്മുടെ വണ്ടിക്ക് ഡോർ ഇല്ലല്ലോ, അത് സേഫ്റ്റി കുറവാന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വണ്ടി പ്രൊഡക്ഷൻ നിർത്തിയെന്ന് പറയുന്നത്. പിന്നെ ഇതിന് നമ്മുടെ വണ്ടിക്ക് ബോഡി കെട്ടിയാലും ഒരു പ്ലാറ്റ്ഫോം 15 അടി നീളം വരുള്ളൂ. ഇറങ്ങുന്ന പുതിയ വണ്ടിക്കൊക്കെ 17 അടി 18 അടി നീളമുണ്ട്. അപ്പൊ അത് ലോഡ് കൂടുതലാണ്. അപ്പൊ അതിനും ആവശ്യക്കാര് കൂടുതലാണ്. നമ്മുടെ വണ്ടിക്ക് ഇപ്പൊ ആവശ്യക്കാർ കുറഞ്ഞു. കോട്ടയം, പാല, കാഞ്ഞിരപ്പള്ളി സൈഡ്, മുണ്ടക്കയം സൈഡിലൊക്കെ ഉള്ള ആവശ്യക്കാര്. അതുകൊണ്ട് ഇപ്പം ഇതിന് ഭയങ്കര വിലയാ. ഈ വണ്ടി മേടിക്കണമെങ്കിൽ ഇപ്പം അന്നത്തെ വിലനെക്കാട്ടി ഒരു 3-4 ലക്ഷം രൂപ കൂടുതൽ കൊടുക്കാം. അതായത് അന്ന് പുതിയ കമ്പനി അന്ന് ചേസ് 2019 നിർത്തിയപ്പോ 18 ലക്ഷം രൂപയായിരുന്നു. ബോഡി കിട്ടുന്നതിന് ഒരു 4, ലൈറ്റ് അടിക്കുന്നതിന് 1 ലക്ഷം രൂപ. പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂട്ടി അന്നത്തേനെക്കാട്ടി ഒരു 2-3 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താലേ ഈ വണ്ടി കിട്ടുള്ളൂ. ഒരു 5 വർഷം കഴിഞ്ഞ വണ്ടി ആയാലും അത് 5-10 വർഷമായ വണ്ടിയാണ്. ഇത് 2016, 10 കൊല്ലമായി. 10 കൊല്ലമായി. ഈ വണ്ടി ഇന്ന് വാങ്ങണമെങ്കിൽ അന്നത്തെ വിലയുടെ കുറച്ച് കൂടുതൽ കൊടുത്താലേ കിട്ടത്തുള്ളൂ. അതായത് കമ്പനി വിലയെന്ന്. അതാണ് ഈ വണ്ടിയുടെ പ്രത്യേകത. എന്തുകൊണ്ടായിരിക്കും ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ വണ്ടീനെ? കാണാൻ നല്ല ഭംഗിയല്ലേ, ഭയങ്കര കലയല്ലേ. അതെ. പിന്നെ നമ്മുടെ സ്ഫടികം. പിന്നെ നമ്മള് ഏത് കാട്ടിന്നും കുപ്പിന്നും ഒക്കെ ഇറങ്ങി വരാൻ ഭയങ്കര ലോഡുമായിട്ട് ഇതുപോലൊരു വണ്ടി ഇറങ്ങുമില്ല. ഇവിടെ ഏത് വണ്ടി കൊണ്ടുവന്നാലും നമ്മൾ ഈ കണ്ട വഴിക്കൂടെ ലോഡുമായിട്ട് ഇറങ്ങുമില്ല, കേറുമില്ല. ഈ സാധനം തന്നെ നമ്മൾ ഇങ്ങോട്ട് കാലിക്ക് കയറിയത് തന്നെ കുത്ത് കയറ്റമാണ്. നമ്മുടെ വണ്ടി ആയതുകൊണ്ട് കേറി. അതെ, വേറെ വണ്ടിയൊന്നും കേറുമല്ല. ലൈലാൻഡ് ആണെങ്കിലും പാടാ. അവതാറൊന്നും ഇത്രയും അതിന് ഭയങ്കര വീതി വേണം. നമ്മുടെ വണ്ടി ഒതുങ്ങി നമുക്ക് ഈ ഫ്രണ്ടില്
ബമ്പർ പോസ്റ്റിന്റെ പുറകെ ഇരിക്കുന്ന കമ്പിയില്ലേ, അതെ, ആ പോസ്റ്റിന്റെ അളവിനാ നമുക്ക് സൈഡ് പുറവ് എന്തോരം വീതിക്ക് കടന്നു പോകാൻ. നമ്മളിപ്പോ ലോഡ് വെച്ചാലും ആ ഒരു ലെവലാണ് ഏകദേശം വരുന്നത്. ഇതാ വണ്ടിയുടെ അളവ് അറിയാനുള്ള സാധനം. ഓക്കെ, ഇത് വണ്ടിക്ക് ഒരു അഴക് പോലെ പണിഞ്ഞു വെച്ചേക്കുന്ന ഒരു മീശ പോലെ. അതായത് ഈ ഫ്രണ്ട് ഇത് കവർ ആയെങ്കിൽ ബാക്ക് ഓക്കെയാണ്. ഇതാണ് കാഞ്ഞിരപ്പള്ളി റബ്ബർ തടി അല്ലേ? ഈ റബ്ബർ തടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. എന്തൊക്കെയാണ്? ഇതിന് ഭയങ്കര വെയിറ്റാ നമ്മുടെ മരത്തിന്. അതായത് മരത്തിനെല്ലാം നല്ല വെയിറ്റാ. സാധാ റബ്ബർ തടിയെ കാട്ടി കൂടുതൽ വെയിറ്റ് ഉണ്ട്. പിന്നെ ഭയങ്കര കറയല്ലേ, ഭയങ്കര കറയാ വലിച്ചു ചെയ്തത്. അതെ, അതൊരു പാളി വലിച്ചെടുക്കുന്ന വന്നല്ലേ. പിന്നെ വെള്ള കളർ തടിയല്ലേ, ഭയങ്കര ഡിമാൻഡാ ഇതിന്. നമ്മള് പെരുമ്പാവൂർ മാർക്കറ്റിൽ ചെല്ലുവാണെങ്കിൽ അവിടെ ക്യൂ ഒന്നും കിടക്കേണ്ട കാര്യമില്ല, ഓടി വന്ന് മേടിച്ചോണ്ട് പോകും. കാഞ്ഞിരപ്പള്ളി തടി റബ്ബർ തടിയാണെന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി, പാല, തൊടുപുഴ, ഈരാറ്റുപേട്ടം, മുണ്ടക്കെ ഈ സൈഡിൽ നിന്നൊക്കെ ലോഡ് നമ്മൾ ഫോട്ടോ ഇട്ട് കൊടുത്താൽ അപ്പോഴേ വിറ്റ് നേരെ മില്ലിലോട്ട് പോയിക്കോളാനാ പറഞ്ഞത്. നമ്മൾ എങ്ങും കിടക്കേണ്ട കാര്യമില്ല. ബാക്കി ജില്ലകളിൽ നിന്നൊക്കെ വരുന്ന തടി അവിടെ കണ്ടില്ലേ, വീഡിയോ കണ്ടില്ലേ, രാവിലെ റോഡിൽ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. പെരുമ്പാവൂർ മാർക്കറ്റ് മുതൽ അങ്ങ് വെളിയിലോട്ട് ലൈനായിട്ട് കിടക്കുന്നുണ്ട്. ഈ തടി കണ്ടോ, നല്ല വെള്ളത്തടിയാ. ഇത് 105, എന്നെ 105. ഇവിടെ കാഞ്ഞിരപ്പള്ളിയിൽ എന്തും വിളയും എന്നുള്ള ഡയലോഗ് പോലെ അല്ലേ? ഇവിടെ എല്ലാം കണ്ടല്ലേ, കുറെ തോട്ടങ്ങളും അതിന്റെ താഴെ വേറെ കാപ്പിത്തോട്ടം, കാപ്പിത്തോട്ടം ഉണ്ട്. നമ്മളിപ്പോ ഒരു മല മുകളിലാണ്. ഇവിടെ ഒരുപാട് തോട്ട കൃഷികളുണ്ടല്ലേ, ഒരുപാട് കൃഷികളുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് പൊട്ടിച്ചക്ക കണ്ടു, വാഴത്തോട്ടം കണ്ടു, കാപ്പി, കൊക്കോ, കാണാത്ത പലതും ഉണ്ട്. ലോഡ് ഏകദേശം പകുതി കൂടുതലായി. ഇനി ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളൊരു 5 മണിയാകുമ്പോ എല്ലാം കഴിച്ച് വിടും. നമ്മളങ്ങനെ താമസിപ്പിക്കുവല്ല, ആരും കള്ളൊന്നുമല്ല, എല്ലാരും നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ വണ്ടിയിലെ കമ്പിയാ. എല്ലാ വണ്ടിയിലും ഓരോ കമ്പിയാണ് തടി കുത്തിത്തിരിക്കാനുള്ള. ഇത് കണ്ടോ, തുമ്പ് ഇങ്ങനെ കുറിപ്പിച്ച് ചെയ്യുന്നതുകൊണ്ട് തടി കുത്തിത്തിരിക്കാൻ എളുപ്പമാണ്. കുത്തിത്തിരിക്കുക എന്ന് പറയുന്നത് ലോഡിങ് ചെയ്യുന്ന സമയത്ത് ഇറക്കാനും. നമ്മൾ പുറകി വെക്കുന്ന ഒരു 7-8 കൊള്ളിയുണ്ട്, അതിന് സെപ്പറേറ്റ് കയറാം. അത് കഴിച്ചിട്ട് ഓരോ കൊള്ളി ഇത് ഈ കമ്പി വെച്ച് മേളിൽ നിന്ന് കുത്തി തറയിടും. അത് കുത്തി അത്രയും തറയിട്ട് കഴിഞ്ഞ് നമ്മൾ ചവിട്ടി തള്ളുക. കയറെല്ലാം അഴിച്ചിട്ട് നമ്മൾ സ്പീഡിൽ വന്ന് ചവിട്ടുക. ഓട്ടോമാറ്റിക്കായിട്ട് ഇതിന്റെ ചേസ് മൊത്തം ബ്ലാക്ക് അടിച്ചേക്കുന്നത്. പക്ഷെ നമ്മുടെ കാരക്കൽ വണ്ടി അത് മൊത്തം റെഡാ. പാലയിലെ ജോയിച്ചേട്ടനും ഉണ്ണിച്ചേട്ടൻ്റെ ഒക്കെ അവര് റെഡേ അടിക്കുള്ളൂ പണ്ട് കാലം മുതൽ. അവരുടെ പഴയ വണ്ടി പഴയ സിനിമയിലൊക്കെ വന്നിട്ടുണ്ട്. ഹിമവാഹിനി സിനിമയില്, പഴയ മോഹൻലാലിന്റെ നസീറിന്റെ ഒക്കെ സിനിമയില് അതിന്റെ നമ്പർ എന്നാ KRQ അങ്ങനെ എന്തോ. പണ്ട് കാലം തൊട്ടുള്ള കാരക്കിൽ ആ വണ്ടിയൊക്കെ ഇപ്പൊ പോയി, എല്ലാം പോയി. അതായത് വിറ്റ് കാണും. ഇതൊക്കെ പുതിയത് എടുത്താ നമ്മള്. പിന്നെ ഇവിടുന്ന് നൈലോൺ ടയർ ഇട്ടേ ഓടുള്ളൂ, കാരണം തോട്ടത്തിൽ കൂടെ ഇങ്ങനെ എപ്പോഴും കയറി കളിക്കാൻ റേഡിയൽ ടയർ ഇടുവല്ല. റേഡിയൽ ടയർ പെട്ടെന്ന് കീറും. വള്ളം ഇങ്ങനെ പൊളിഞ്ഞു വരും. നമ്മുടെ നൈലോൺ ടയർ വേണ്ടില്ലേ കയറി വരുന്ന വഴിയല്ല, ഗ്രിപ്പ് ഉണ്ടായോണ്ട് പിടിച്ച് കയറിക്കോളും. പക്ഷെ ഓഫ് റോഡില് നൈലോണാണ് ഓടുന്നത്. പിന്നെ നമ്മളെ ഇത് ഇവിടെയാ ഇതിന്റെ ഇതറിയുന്നത്, അളവ് അറിയുന്നത്. ഇത് തീർന്നു കഴിയുമ്പോ ഇത്രയും പറ്റ താഴെ ആവുമ്പോഴത്തേനും നമ്മൾ ഇത് അഴിച്ച് കേസിങ്ങിന് കൊടുക്കും. നമ്മൾ പുതിയ ടയർ എടുക്കും. ഇത് കണ്ടില്ലേ, പ്ലാറ്റ്ഫോറും എല്ലാം മരവാ ഇതിന്റെ അടിയിലല്ലേ. ഇത് 2016 കെട്ടിയ ബോഡിയാ. മരവാ, എല്ലാം മരവാ. ഇതെല്ലാം മരവാ. ഹായ്, എല്ലാരും ഒന്ന് പരിചയപ്പെട്ടാലോ? മെയ് വേഷക്കാരാണ്. പേരെന്താ? എങ്ങനെയുണ്ട് ജോലിയൊക്കെ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ജോലിയൊക്കെ അന്യ പണിയാന്നേ. ഇവന്മാരൊന്നും പണിയല്ല, പിന്നെ തല്ലി പണിപ്പിക്കുക. കിട്ടുന്നില്ല. അടിച്ചോണ്ട് പോവുക. ആൾക്ക് 25 കയറ്റിയ 22 പൈസ കിട്ടും. ബാക്കി എല്ലാമാരെ കളവും മഞ്ഞിനെയാ. പാവപ്പെട്ട തൊഴിലാളികൾ അങ്ങനെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അയ്യോ, നമ്മുടെ വീട്ടിൽ 3-4 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് അരി മേടിച്ചിട്ട് ഫോട്ടോയി മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിൽ കയറത്തില്ല. അതിനുള്ള വരുമാനം ഞങ്ങൾക്കില്ല. മാസത്തിൽ 3 പണിയൊക്കെ ഈ തടിപ്പണി എന്ന് പറഞ്ഞാൽ തടിപ്പണിക്കൊക്കെ ഭയങ്കര കൂലിയാന്ന് എല്ലാവരും പറയുന്നതിലും 3 പണിയൊക്കെ കിട്ടുന്നത്. 3 പണി കൊണ്ടൊക്കെ ഒരു മാസം എങ്ങനെ കഴിയും പാവപ്പെട്ടവർ? അത് ശരിയാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നോടെ ഉള്ളൂ. നാളത്തേക്കുണ്ടോ? തേനനുസരിച്ചല്ലേ പണി. തികയുന്നില്ല. 10 100 മതിയൊന്നും വരുമാനം കൂടി പോയി. ഭാര്യമാർ ഒത്തിരി കൂടുതലാ. ആർക്കാണ്? ഈ 2-3 കൂടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നത്? എല്ലാരും ഒരു വൈബാണല്ലോ. സന്തോഷം എല്ലാവരും പരിചയപ്പെട്ടതിൽ. സമയം ഏകദേശം 5 മണി കഴിഞ്ഞു. ഇവിടെ ഏറെക്കുറെ ആയപ്പോഴത്തേക്കും ചെറിയ രീതിക്ക് ഒരു മഴ പെയ്തു തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ മഴയത്ത് ഈ ലോഡും വെച്ച് ഈ ഒരു പൊക്കത്തിൽ നിൽക്കുന്നത് അത്ര സേഫായില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് താഴോട്ട് ഇറക്കിയിടാമെന്ന് വിചാരിക്കുന്നു.
തറ നനഞ്ഞ് കുളമാകുന്നതിന് മുമ്പ് ഈ ഉറച്ച തറയിൽ കൂടെ പെട്ടെന്ന് തന്നെ താഴെ ഇറക്കാമെന്നാണ് വിചാരിക്കുന്നത്. മഴ ചെറുതായിട്ട് ചാറുന്നുണ്ട്, എന്നാലും വലിയ വിഷയമില്ല. മണ്ണങ്ങനെ വലിയ നീർപ്പൊന്നും ആയിട്ടില്ല. പക്ഷേ കുറച്ച് സമയം കൂടെ ഒരു 10-15 മിനിറ്റ് കൂടെ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പണി കിട്ടും. ബാക്കിൽ മറ്റേ AC വണ്ടി വന്നിട്ടുണ്ട്. എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ ലോഡും കൊണ്ട് ഈ കാട് വെട്ടി തെളിച്ചുള്ള വഴിയിൽ കൂടെ ഈ AC ലോറി ഇറങ്ങി വരുന്ന കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗിയാണ്. നമ്മൾ പതുക്കെ ആയാലും മാക്സിമം സേഫ്റ്റിയിൽ ഇറങ്ങുക. മഴ പെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ എന്തായാലും ഏകദേശം താഴോട്ടെത്തി, വലിയ വിറ്റുണ്ടാകാൻ പോകണില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സേഫ്റ്റിയായിട്ട് എയർ കയറ്റിയിട്ട് പതുക്കെ ബ്രേക്കിലോട്ട് ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. മഴ ഭയങ്കരമായിട്ട് ഉറച്ചു തുടങ്ങി കേട്ടോ. നമ്മൾ 10 മിനിറ്റ് കൂടി മുകളിൽ നിന്ന് നല്ല രീതിക്ക് പണി കിട്ടിപ്പോയതിന് ഏകദേശം നമ്മൾ താഴെ എത്തി. അപ്പോഴത്തേക്ക് എയർ കുറച്ച് കുറവായതുകൊണ്ട് ഒന്നുകൂടെ എയർ കയറ്റിയിട്ട് വീണ്ടും പതുക്കെ ഇറങ്ങാനാണ് വിചാരിക്കുന്നത്. നമ്മൾ വെപ്രാളപ്പെട്ട് എയർ ഇല്ലാതെ ഇറങ്ങിയാൽ അതിൽ കൂടുതൽ വലിയ അപകടം പറ്റും. നമ്മൾ ചെളിമണ്ണാവുമെന്ന് വിചാരിച്ചാണ് നേരത്തെ ഇറങ്ങുന്നത്. പക്ഷേ എയർ ഇല്ലാതെ ഇറങ്ങിയാൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും ലോഡും കൂടെ കയറ്റാറുണ്ട് കേട്ടോ. എങ്കിൽ മാത്രമേ നമ്മുടെ ലോറി ഫുള്ളാവത്തുള്ളൂ. അപ്പോൾ മഴയത്ത് അവർ പണി നിർത്താതെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയാണ് പാട്. മഴയൊക്കെ പെയ്ത് ഇത്രയാണ്. ഇനി ഇതിൽ കൂടെ കുറച്ചുകൂടെ ലോഡ് കയറ്റാറുണ്ടെങ്കിൽ നമ്മുടെ ലോറി ഫുള്ളാവത്തുള്ളൂ. അപ്പോൾ മുകളിൽ നിന്ന് ഓടിയെന്നു തോന്നുന്നു. ഓ, സേഫ് ലാൻഡിങ്. താനെ ഒടിഞ്ഞു. ഓ, ഇടിയും പെട്ടെന്ന്. മഴയത്ത് കുളിക്കുക. ഭയങ്കര ചൂടായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മഴ. ഒരു കയറി നിൽക്കാൻ പോലും പറ്റുന്നില്ല. എന്തായാലും വണ്ടി ഏകദേശം താഴെ എത്തിയിട്ടുണ്ട്. അവസാന നിമിഷം നമ്മൾ ചതിക്കപ്പെട്ടു. മഴ ഒത്തിരി ശക്തമായിട്ട് വരുന്നതിന് മുന്നേ ഇറക്കിയത് രക്ഷപ്പെടും. അതെ അതെ. അതായത് ഇവിടെ ചവിട്ടിയെ പോലും കിടന്നില്ല. പണിക്കാരൊക്കെ നല്ലപോലെ നനഞ്ഞു, നമ്മളും കുറച്ച് നനഞ്ഞു. ഞാൻ അവരുടെ കഷ്ടപ്പാടാണ്. അവരെ കഷ്ടപ്പാടല്ലേ. പുറത്ത് നല്ല കിണ്ണം കാച്ചിയ മഴ നിൽക്കുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും ഭാഗ്യത്തിൽ ലോഡൊക്കെ കയറ്റി റോഡിന്റെ സൈഡിൽ വന്ന് കിടക്കുക. അപ്പോൾ ഇതുവരേക്കും എല്ലാം സേഫാണ്. പക്ഷെ പണിക്കാരെ നല്ല രീതിക്ക് നനഞ്ഞ് പോകുന്ന കുളിച്ച് നടക്കുന്നുണ്ട്. അവർ പണി തീർന്നിട്ടില്ല. എപ്പോഴും കയർ കുറച്ചും കൂടി ടൈറ്റ് ചെയ്യാണ്ട്. നമ്മുടെ വണ്ടി നിൽക്കുന്നില്ലല്ലേ, ഈ ചെറിയ ഇറക്കത്തിലാണ് നിൽക്കുന്നത്. ഹാൻഡ് ബ്രേക്ക് കൊണ്ട് ബ്രേക്കും ചവിട്ടിയാണ് നിൽക്കുന്നത്. എന്നിട്ട് നിൽക്കുന്നില്ല. എന്നാലും കുറച്ച് സമയം കൂടെ ഉള്ളൂ. കെട്ടൊക്കെ അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കൊട്ടയും തൊപ്പിയൊന്നുമില്ല. ക്യാമറ നനഞ്ഞാലും വിഷയമാണ്. ക്യാമറ അടിച്ചു പോയി. ഒരുമിച്ച് പോകാൻ വിളിക്കണം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നേരെ പെരുമ്പാവൂർ പോകുന്നു, ലോഡ് തട്ടുന്നു. ഇന്ന് തന്നെ തിരിച്ചെത്തുമല്ലേ. അപ്പോൾ ഇത്രയും വളരെ അടുത്താണ്. ഏകദേശം 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ പെരുമ്പാവൂർ മാർക്കറ്റിൽ എത്തുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഞാനും വിഷ്ണുവും ഈ ഒരു വണ്ടി തന്നെ നമ്മൾ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരും അല്ലേ, ഉറപ്പായിട്ട്. ചേട്ടാ.